ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചെമ്മീനാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിற்கு മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ചെമ്മീനൊന്ന് വറുത്ത് പോരാം. അപ്പം ഞാൻ ഇവിടെ നല്ലെണ്ണയിലാണ് ചെമ്മീൻ വറുത്തെടുക്കുന്നത്. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയാക്കി എടുക്കുന്നത്. അപ്പം ഇതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ ചെമ്മീന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കൂടുതൽ നേരം നമ്മൾ ചെമ്മീന് മസാല തേച്ച് വെക്കാൻ പറ്റൂല. ചെമ്മീനെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെളുത്തുള്ളി ഞാൻ എടുക്കുന്നുണ്ട്. വേണ്ട, ഒരു തുടം വെളുത്തുള്ളിയാണ്, ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ്. ഇതും ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. ഇനി ഓരോരുത്തർക്ക് പുളിപ്പധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഒരു ടീസ്പൂണും കൂടെ ഒരു ടേബിൾ സ്പൂണും കൂടെ കൂട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇത്ര എടുക്കണുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. നമ്മൾ ചെമ്മീൻ പൊരിച്ച ആ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് അധികം വേണ്ട, ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഉണക്കമുളകും വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില നമുക്ക് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. വേപ്പില എത്ര ഇട്ട് കൊടുത്താലും നല്ലതാണ്. അതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചതക്കാത്ത വെളുത്തുള്ളിയാണ്. അതിട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക് അരിഞ്ഞതും ഉണ്ട്. അത് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വെളുത്തുള്ളി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം. വെളുത്തുള്ളിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി തീയൊന്ന് കുറച്ച് വെക്കാം. നമ്മൾ അരച്ചു കൊണ്ടുവന്ന വെളുത്തുള്ളിയും നമ്മുടെ മുളക് പൊടിയും കൂടെ വിനാഗിരി ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചുകൊണ്ടും വന്നത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പുളി, ചിലവർക്ക് പുളി അച്ചാറിന് നല്ല പുളിയൊക്കെ ആവശ്യമുണ്ടാവും. അപ്പം നമുക്ക് പുളിൻ്റെ ഇത് നോക്കിയിട്ട് വിനാഗിരി ഈ സമയത്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വറ്റണം. ചെറിയ തീ കിടന്ന് വറ്റി അതിൻ്റെ മെഴുക്കൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് കാണണം. അതുവരെക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി തുറന്ന് നോക്കാം.
ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, മെഴുക്കൊക്കെ തെളിഞ്ഞിരിക്കണണ്ട. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് കുറച്ച് ഉലുവൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. ഞാനൊരു ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ഞാൻ വറുത്ത് പൊടിച്ചു വെക്കണതാണത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഇതൊന്ന് ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അച്ചാറെല്ലാം നല്ലോണം തണുത്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലോട്ടാക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ചെമ്മീൻ അച്ചാർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.